ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണൻ അർജുനന് സാരഥിയായത് എങ്ങനെയാണെന്ന് പറയാം. കൃഷ്ണനും പാണ്ഡവരും ബന്ധുരാജാക്കന്മാരും വിരാട രാജസഭയിൽ ഒത്തുചേർന്ന് ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, വനവാസവും അജ്ഞാതവാസവും വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. ഇനി പാണ്ഡവർക്ക് പാതി രാജ്യം ലഭിച്ചേ തീരൂ. ദുര്യോധനനും ശൗനിയും ചേർന്നു യുധിഷ്ഠിരനെ ചതിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് ബലരാമൻ അപ്പോൾ പറഞ്ഞു, തനിക്ക് അർഹമായ രാജ്യം യുധിഷ്ഠിരൻ ചൂതാടി തുലച്ചു. അതിന് ശകുനിയെ കുറ്റക്കാരനാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കൗരവരോട് നല്ല വാക്ക് പറഞ്ഞ് രമ്യതയിലെത്തുന്നതാണ് ഇരുപക്ഷത്തിനും നല്ലത്. ഒരു യുദ്ധം എങ്ങനെയും ഒഴിവാക്കുക. ഇത് കേട്ട് സാത്വികി പറഞ്ഞു, യുധിഷ്ഠിരനെ വെറുതെ പഴിച്ചിട്ട കാര്യമില്ല. അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി കള്ളക്കളിയിലൂടെയാണ് കൗരവർ നേടിയത്. ചതിയന്മാരോട് നല്ല വാക്കിലൂടെ രാജ്യം നേടിയെടുക്കാമെന്ന് കരുതുന്നത് മടയത്തരമാണ്. യുദ്ധം മാത്രമേ വഴിയുള്ളൂ. ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, കൗരവരും പാണ്ഡവരും എല്ലാവർക്കും ഒരുപോലെ തന്നെ. അതിനാൽ ഞാൻ പറയാം. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ശ്രേഷ്ഠനാണ് ദ്രുപദരാജൻ. അദ്ദേഹം തന്നെ കൗരവരുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കട്ടെ. ദൂത് വിജയിച്ചില്ലെങ്കിൽ യുദ്ധം തന്നെ. ഞങ്ങൾ ഒപ്പം കാണും. ശ്രീകൃഷ്ണനും യാദവരും യാത്ര പറഞ്ഞിറങ്ങി. ദ്രുപദനും പാണ്ഡവരും യുദ്ധത്തിനൊരുക്കങ്ങൾ ചെയ്തു തുടങ്ങി. ബന്ധുരാജാക്കന്മാരെ വിവരം അറിയിച്ചു. കൗരവരും അക്കാര്യം അറിഞ്ഞു ഒരുക്കങ്ങൾ തുടങ്ങി. ദ്രുപദൻ തൻ്റെ പുരോഹിതനെ കൗരവരുടെ അടുത്തേക്ക് അയച്ചു. ദൗത്യം അതിൻ്റെ വഴിക്കും യുദ്ധസന്നാഹങ്ങൾ അതിൻ്റെ വഴിക്കും നീങ്ങിക്കൊണ്ടിരുന്നു. ഇരുപക്ഷവും മറ്റു രാജാക്കന്മാരെ സ്വന്തമാക്കി കൂടെ നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണനെ ഔപചാരികമായി ക്ഷണിക്കാൻ അർജുനൻ തന്നെ തിരിച്ചു. കൃഷ്ണൻ ഉറക്കത്തിലായിരുന്നു. ശ്രീകൃഷ്ണനെ തൻ്റെ പക്ഷത്തിലാക്കാൻ ഒരു ശ്രമത്തിനു വേണ്ടി ദുര്യോധനനും അതേസമയം അവിടെ എത്തി. ദുര്യോധനൻ ആദ്യം തന്നെ ഒരു പീഠത്തിൽ ശ്രീകൃഷ്ണൻ്റെ തലയ്ക്കൽ ഇരിപ്പുറപ്പിച്ചു. അർജുനൻ കാൽക്കൽ തൊഴുകയോടെ നിന്നു. ഇതൊക്കെ ശ്രീകൃഷ്ണൻ അറിഞ്ഞിരുന്നു. ഭഗവാൻ സൂത്രത്തിൽ കണ്ണു തുറന്ന് കാൽക്കലേക്ക് നോക്കി. ആദ്യം കണ്ടത് അർജുനനെയാണ്. അങ്ങയെ കാണാൻ ആദ്യം വന്നത് ഞാനാണ്, ദുര്യോധനൻ പറഞ്ഞു. എന്നെ വേണം സഹായിക്കാൻ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ആദ്യം വന്നത് ദുര്യോധനാണെങ്കിലും ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണല്ലോ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ഒരു ഭാഗം കൂടെ ഇനിയുണ്ട്. അതടുത്ത ഭാഗത്തിൽ.